5G കണക്ടിവിറ്റി വന്നിട്ടില്ലെങ്കിൽ പോലും 5G ഫോൺസിനുള്ള ആവശ്യക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അത്? ദീർഘവീക്ഷണം മേ ബി അല്ലേ? ഹലോ മൈജിയൻസ്, മൈജിയുടെ വേറൊരു റേഞ്ച് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5G ഫോൺ വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ, അതും ഒരുപാട് പൈസ ചിലവില്ലാതെ ഒരു മിഡ് റേഞ്ച് ലെവലിൽ ഒരു 5G ഫോൺ സ്വന്തമാക്കണം എന്നാഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല, നമ്മളുടെ ഷവോമിയുടെ സ്വന്തം Mi 10i എന്ന് പറഞ്ഞ ഫോണാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നമ്മളുടെ Mi 10i ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, താഴെ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ നേരെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 108 MP AI റിയർ ക്യാമറ വിത്ത് EIS ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 750G ചിപ്സെറ്റ് ആണ് നമ്മുടെ ഈ ഫോണിൽ വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. അതുപോലെ തന്നെ HDR സപ്പോർട്ട് ഉണ്ട്. 120 Hz ഇന്റലിജന്റ് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4820 mAh ബാറ്ററിയാണ് വരുന്നത്, അതും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അടക്കം. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മുകളിൽ ഇവിടെ കുറച്ച് സ്പെക് ഇൻഫർമേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ രണ്ട് സീൽസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അൺബോക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സീല് ബ്രേക്ക് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ താഴേക്ക് വീഴും. യെസ്. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ സാധാരണ നമുക്ക് ഫസ്റ്റ് ഡിവൈസ് ആണ് കാണാൻ പറ്റിയ ഒരു ഡിവൈസ് അല്ല, ഡിസൈൻഡ് ബൈ ഷവോമി എന്ന് പറയുന്ന ഒരു പാക്കറ്റ് ആണ്. ഇതിലെന്താ നമുക്ക് നോക്കാം. തുറക്കുമ്പോൾ തന്നെ സിം ഇജക്ടർ ടൂൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ യെസ്, നമുക്കൊരു സിലിക്കോൺ കേസ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള. സാധാരണ ഇപ്പോൾ പല മാനുഫാക്ചറേഴ്സും കൊടുക്കുന്ന കാണാറില്ല. ആൻഡ് നമുക്ക് നല്ല ക്വാളിറ്റി കേസ് തന്നെ ഷവോമി ഇതിന്റെ ഒപ്പം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇതൊക്കെ മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മളുടെ ബോക്സിൽ വരുന്നത് നമ്മളുടെ ഷവോമി Mi 10i എന്ന് പറഞ്ഞ ഹാൻഡ്സെറ്റ് ആണ്. ഇവിടെ ഇപ്പൊ നമുക്കുള്ളത് സൺറൈസ്, സ്പെസിഫിക് സൺറൈസ് എന്ന് പറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേഡിയന്റ് കളറാണ്. അപ്പൊ നമുക്ക് ഈ പ്ലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇംപ്രഷൻ തന്നെയാണ്. വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഫോണിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വരാം. ബോക്സിൽ ഇനി ബാക്കി എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഫോൺ ജസ്റ്റ് നീക്കി വെക്കാം. ബോക്സിൽ അപ്പോൾ വേറെ കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് ചാർജിങ്ങിനായിട്ട് ഒരു USB Type-C കേബിള് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ് ബ്രിക്ക് ആണ് വരുന്നത്. ഞാൻ നേരത്തെ ആ ബോക്സിൽ ബാക്കിൽ കാണിച്ചിരുന്ന പോലെ തന്നെ ഒരു 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ബ്രിക്ക് ആണ് ഇതിന്റെ കൂടെ വരുന്നത്. അത്രേ ഉള്ളൂ, വേറെ ബോക്സിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫോൺ ഞാനിവിടെ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു പ്രീമിയം ഡിസൈൻ ആണ്. ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമ്മളുടെ ഈ ഫോണിന്റെ. അതുപോലെ തന്നെ എസ്പെഷ്യലി നമ്മുടെ കയ്യിലുള്ള ഈ കളർ, അതായത് പസഫിക് സൺറൈസ് എന്ന് പറഞ്ഞ ഈ ഒരു കളർ ഒരു ഗ്രേഡിയൻ ഫിനിഷ് പോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് വരുന്നത്. വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലുക്സ് എപ്പോഴും സബ്ജക്റ്റീവ് ആണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ബട്ട് പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും ഒരു കളറുമാണ് ഇതിന്റെ. ഈ പസഫിക് സൺറൈസ് എന്ന് പറയുന്ന കളർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോണിന്റെ തിക്നെസ് വരുന്നത് 9mm ആണ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 215 grams ആണ്. പക്ഷെ ഒരിക്കലും കയ്യിൽ പിടിക്കുമ്പോൾ ഇതൊരു ഹെവി ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാര്യം ഇതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു വെയിറ്റ് നമുക്ക് കയ്യിൽ വരുമ്പോൾ ഫീൽ ചെയ്യില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ വേരിയന്റ് എന്ന് പറയുന്നത് 6GB 128GB സ്റ്റോറേജ് വരുന്ന വേരിയന്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ ഒരു 8GB റാം വരുന്ന മറ്റൊരു വേരിയന്റും കൂടി ഉണ്ട്. നമുക്ക് ക്വിക്ലി ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്നത് വോളിയം റോക്കേഴ്സും
പവർ ബട്ടണുമാണ്. ഈ പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് ആയിട്ട് വരുന്നതും. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കർ ഗ്രിൽ കാണാം, പിന്നെ മൈക്രോഫോൺ, ഒരു USB Type-C ചാർജിങ് പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പ്ലെയിൻ ആണ്. ആകെ നമുക്ക് സിം ട്രേയുടെ ഒരു ഓപ്പണിംഗ് മാത്രമേ അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ മോളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെക്കൻഡറി മൈക്രോഫോണും വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന നമ്മളുടെ വീട്ടു ഉപകരണങ്ങളെല്ലാം നമുക്ക് ഫോണ് ഒരു റിമോട്ട് പോലെ ആ ഉപകരണങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഡിസ്പ്ലേ വരുന്നത് 6.67 ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫ്രണ്ടിലും ബാക്കിലും കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ്. ഇൻ കേസ് കയ്യിൽ നിന്നൊന്നും വീണ് പോയാലും അധികം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ് വിത്ത് HDR10+ സപ്പോർട്ട് ഉണ്ട്. ഇതൊരു AMOLED ഡിസ്പ്ലേ അല്ല എന്നുള്ളത് ചെറുതായിട്ട് നമ്മൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് തരുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ഇതിന്റെ IPS LCD ഡിസ്പ്ലേ ഒട്ടും മോശമല്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. ഈ 120 ഹെർട്സിനോട് ചേർന്ന് വരുമ്പോഴത്തേക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. ആൻഡ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത് 450 nits ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഔട്ട്ഡോർ കണ്ടീഷൻസിലാണെങ്കിൽ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ തരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ ഡിസ്പ്ലേ അല്ല. ഇതിനെ Xiaomi വിളിക്കുന്നത് ഇന്റലിജന്റ് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ എന്നാണ്. ആൻഡ് അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഈ ഫോണിൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ തന്നെ എല്ലായ്പ്പോഴും നമുക്ക് ഈ 120 ഹെർട്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് 120 ഹെർട്സിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അതിനൊരു 30 ഹെർട്സ് മതിയാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ എന്ത് കണ്ടന്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള റിഫ്രഷ് റേറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ആവുന്നതാണ് ഈ ഇന്റലിജന്റ് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് നല്ല രീതിയിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിലെ ഓട്ടോ ബ്രൈറ്റ്നസ് ഫംഗ്ഷൻ വളരെ എഫക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു 360 ഡിഗ്രി ആംബിയന്റ് ലൈറ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചുറ്റുപാടുള്ള ലൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള അത്രയും ബ്രൈറ്റ്നസ് ഈ സ്ക്രീനിൽ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഇത് സ്പ്ലാഷ് പ്രൂഫ് ആയിരിക്കും. അത്യാവശ്യം ചെറിയ മഴയൊക്കെയുള്ള സമയത്ത് നമ്മൾ പുറത്തു പോയി ഇച്ചിരി മഴത്തുള്ളികളൊക്കെ ഇതിൽ വീണെന്ന് വെച്ച് ഫോൺ ഒന്നും തന്നെ പറ്റില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റിന്റെ ഒരു സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ്. ജസ്റ്റ് ലോക്ക് ചെയ്ത് നമ്മൾ ആ ഫിംഗർ പ്രിന്റ് ആ പവർ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മില്ലി സെക്കൻഡ്സ് കൊണ്ട് തന്നെയാണ് അൺലോക്ക് ആവുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നെയാണ് ഇതിൻ്റെത്. അപ്പോൾ അടുത്തതായി നമ്മൾ കടക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഫോണിൽ ഉറ്റുനോക്കുന്ന ഒരു സംഭവം എന്താണത്? മറ്റൊന്നുമല്ല, ക്യാമറ തന്നെയാണ്. ഇതിന്റെ ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അതായത് 4 ക്യാമറസ് ഉണ്ട്. ഇതിന്റെ മെയിൻ സെൻസർ വരുന്നത് ഒരു 108 മെഗാ പിക്സൽസിന്റെ സെൻസറാണ്. അത് നമ്മുടെ സാംസങ്ങിന്റെ HM2 എന്ന് പറഞ്ഞ സെൻസറാണ്. ഇന്ത്യയിൽ സാംസങ്ങിന്റെ ഈ HM2 സെൻസർ വരുന്ന ആദ്യത്തെ ഫോണാണ് നമ്മളുടെ Xiaomi Mi 10i. പിന്നെ അതുകൂടാതെ ഒരു 8MP അൾട്രാ വൈഡ് ക്യാമറ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് അത് 120 ഡിഗ്രി വൈഡ് ആംഗിളിലുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു 2 മെഗാ പിക്സൽ മാക്രോ ആൻഡ് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ ആണ് ബാക്കി 2 ക്യാമറകൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് ഇതിന്റെ ക്യാമറാസ് നമുക്ക് തരുന്നത്. നമുക്കിനി കുറച്ച് ക്യാമറ സാമ്പിൾസ് കണ്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മെയിൻ സെൻസർ 108 MPയുടെ മെയിൻ സെൻസർ വെച്ച് ഡേ ലൈറ്റിൽ എടുക്കുന്ന ഷോട്ടുകളെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് നമുക്ക് തരുന്നത്. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വൈഡ് ആംഗിൾ ലെൻസും മോശമല്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഫോട്ടോ മെയിൻ സെൻസറിൽ എടുത്താണ്, ഇപ്പൊ ഈ കാണുന്നത് വൈഡ് ആംഗിൾ എടുത്താണ്. അതുപോലെ തന്നെ ഈ ഫോട്ടോ ഇപ്പോൾ മെയിൻ സെൻസറാണ്. അഗൈൻ ഇവിടെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിലേക്ക് വരുമ്പോഴും ഫോട്ടോസ് അത്ര മോശമല്ലാത്ത നല്ലൊരു റിസൾട്ട്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എക്സ്പോഷർ ആൻഡ് ബ്രൈറ്റ്നസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ആയിട്ട് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഹ്യൂമൻ സബ്ജക്ട്സിലേക്ക് വന്നാലും വളരെ നല്ലൊരു റിസൾട്ട്സ് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എസ്പെഷ്യലി ഇതിന്റെ പോർട്രേറ്റ് ഷോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഡീസന്റ് ക്വാളിറ്റി ഉള്ള പോർട്രേറ്റ് ഷോട്ട്സ് ആണ് നമുക്ക് ഇതിന്റെ സെൻസറിൽ നിന്ന് കിട്ടുന്നത്.
ആൻഡ് നിങ്ങൾ ഒരുപാടധികം സെൽഫീസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നല്ല ഒരു ഫ്രണ്ട് ക്യാമറ തന്നെയാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒത്തുകൂടുന്ന സമയത്ത് സെൽഫീസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇംപ്രസ്ഡ് ആവുന്ന ഒരു ക്യാമറ തന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയും. 16 മെഗാ പിക്സൽ ആണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി വീഡിയോന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 4K ക്വാളിറ്റിയിൽ വീഡിയോസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് 4K 30 ഫ്രെയിംസ് ആണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. പക്ഷെ 1080p ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 ഫ്രെയിംസിലും 30 ഫ്രെയിംസിലും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അതുകൂടാതെ ഇതിന്റെ ക്യാമറയെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാടധികം മോഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൽ വ്ളോഗ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതായത് അത്യാവശ്യം നമുക്കിപ്പോൾ എഡിറ്റിംഗ് ഒന്നും അധികം അറിയാത്ത ആളാണെങ്കിൽ കൂടി ഈ വ്ളോഗ് എന്ന് പറഞ്ഞ മോഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ അതിൽ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ തന്നെ എഡിറ്റ് ചെയ്ത് അതൊരു സിനിമാറ്റിക് സ്റ്റൈൽ വീഡിയോ ആക്കി നമുക്ക് തരും എന്നുള്ളതാണ്. അടുത്തതായി നമ്മൾ ഈ ഫോണിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ക്വാൾകോമിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ പ്രീവിയസ് ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 20% ഇംപ്രൂവ്ഡ് AI പ്രോസസിംഗ് പവർ ആണുള്ളത്. അതുപോലെ തന്നെ 10% ഇംപ്രൂവ്ഡ് GPU പെർഫോമൻസ് ഉണ്ട്. അതും കൂടാതെ 20% ഇംപ്രൂവ്ഡ് CPU പെർഫോമൻസും നമുക്ക് ഈ ചിപ്സെറ്റ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ യൂസിൽ ഒട്ടും ലാഗ് ഒന്നുമില്ല. അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നിങ്ങൾ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഗെയിംസ് കളിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു ഫോൺ തന്നെയായിരിക്കും നിങ്ങൾക്കിത്. ഞാൻ അത്യാവശ്യം കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കളിച്ച് നോക്കിയിരുന്നു. ഒട്ടും ലാഗോ അല്ലെങ്കിൽ ഫ്രെയിംസ് സ്കിപ്പായി പോകുന്ന പോലെ ഒന്നും എനിക്ക് തീരെ ഫീൽ ചെയ്തിട്ടില്ല. വളരെ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. നമ്മുടെ ഈ ഫോൺ റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 10 ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഷവോമിയുടെ തന്നെ സ്വന്തം MIUI 12 ആണ്. ആൻഡ് ഫൈനലി ഫോണിന്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 4820 mAh ബാറ്ററിയാണ് ഷവോമി ഇതിൽ കൊടുത്തിട്ടുള്ളത്, വിച്ച് ഇസ് pretty good. എങ്ങനെ വന്നാലും ഒരു ദിവസം ഈസി ആയിട്ട് ഈ ബാറ്ററി നിങ്ങൾക്ക് ഈ ഫോണിൽ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ആവറേജ് യൂസർ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ദിവസത്തിൽ കൂടുതൽ ഈ ബാറ്ററി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ആണ് ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഡ്യുവൽ സ്പ്ലിറ്റ് ചാർജിങ് എന്ന ടെക്നോളജിയാണ്. അതായത് നമ്മളുടെ ഈ ഒരു ബാറ്ററിനെ തന്നെ 2 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ട് രണ്ടിനെയും ഒരുപോലെ ചാർജ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഡിവൈസ് ചാർജ് ആവുന്നത്. ഞാനിപ്പോൾ ഇതിൽ ചാർജ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 10% ഉള്ളപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 70% മുകളിൽ ചാർജ് എത്തിയിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ലൈക്ക് റിയലി ഫാസ്റ്റ്. ആൻഡ് ഫൈനലി ഇതിന്റെ ഒരു വേർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മിഡ് റേഞ്ച് പ്രൈസ് കാറ്റഗറിയിൽ ഒരു 5G ഫോൺ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് നമ്മളുടെ ഷവോമിയുടെ Mi 10i. നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ മികച്ചൊരു ചിപ്സെറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് അതിനോടൊപ്പം ഇത്ര പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈൻ, അതായത് വളരെ നല്ല ഒരു പ്രീമിയം ഫീൽ തരുന്ന ഡിസൈനും കൂടിയാണ് ഈ ഫോണിൻ്റെത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഡിവൈസ് MyGയിൽ ചെക്ക്ഔട്ട് ചെയ്യാൻ. നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് MyG ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ ഹാൻഡ് ഫീൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറയും ഫീച്ചേഴ്സും എല്ലാം നേരിട്ട് കണ്ട് തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു ഫോണാണോ ഇത് എന്നുള്ളത്. ഇനി കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഈ ഫോണിനെ പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ് ടു അവർ ഇൻസ്റ്റാഗ്രാം MyGക്ക് MyG ഡിജിറ്റൽ എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ MyGയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കിട്ടും. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ആയിട്ട് അയച്ച് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഫോൺ MyGയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നിയറസ്റ്റ് MyG ഷോപ്പിൽ ഇപ്പൊ തന്നെ പോവുക, Xiaomi Mi 10i ചെക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇത് MyGയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും ഒരുപാട് ടെക്നോളജി വീഡിയോസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോന്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് MyGയുടെ അടുത്ത വേറൊരു റേഞ്ച് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. Until then, take care. Bye bye. myG, My Generation Digital Hub.